തനിക്കും ടി എൻ പ്രതാപനും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ സ്വകാര്യ ന്യൂസ് ചാനൽ വ്യാജവാർത്ത ചമച്ചു എന്ന് ആരോപിച്ച് മുൻ MLA അനിൽ അക്കര പോലീസിൽ പരാതി നൽകി. വാർത്ത തെറ്റാണെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും അനിൽ അക്കര പറഞ്ഞു. CSR ഫണ്ട് തട്ടിപ്പിൽ പണം നഷ്ടമായവർ പറവൂരിലെ ഓഫീസിലെത്തി പ്രൊജക്ട് ഓഫീസറെ തടഞ്ഞുവച്ചു. മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തതോടെ വിവിധ ജില്ലകളിൽ നൂറുകണക്കിന് പരാതികളെത്തി. പുത്തൻചിറ പഞ്ചായത്തിൽ തോട്ടിലെ ചെളിമണ്ണ് സ്വകാര്യ വ്യക്തി കോരി മാറ്റിയതായി പരാതി. മേക്കാളി പേൻതുരുത്ത് തോട്ടിലെ ചെളിയാണ് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ മാറ്റിയതെന്ന് ആരോപണം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തനിക്കും ടി എൻ പ്രതാപനും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ സ്വകാര്യ ചാനൽ വ്യാജവാർത്ത ചമച്ചു എന്ന് ആരോപിച്ച് മുൻ MLA അനിൽ അക്കര പോലീസിൽ പരാതി നൽകി. വോയിസ് തൃശൂർ ലോക്സഭാ സീറ്റിലെ തോൽവി സംബന്ധിച്ച് അന്വേഷിച്ച KPCC സമിതി ടി എൻ പ്രതാപനും അനിൽ അക്കരയ്ക്കും MP വിൻസെന്റിനും ജോസ് വള്ളൂരിനുമെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു എന്നായിരുന്നു വാർത്ത. ഒരു സ്വകാര്യ ന്യൂസ് ചാനലാണ് ഈ വാർത്ത സംപ്രേഷണം ചെയ്തത്. എന്നാൽ ഈ വാർത്ത തെറ്റാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും അനിൽ അക്കര തൃശൂരിൽ വാർത്താലേഖകരോട് പറഞ്ഞു. വ്യാജവാർത്ത നൽകിയതിനെതിരെ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയെന്നും അനിൽ അക്കര അറിയിച്ചു. ഇന്ന് രാവിലെ മുതൽ 24 ന്യൂസ് ചാനൽ എനിക്കെതിരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെയും വ്യാജ രേഖയും വ്യാജ വാർത്തയും ഉണ്ടാക്കി KPCCയെയും എന്നെ വ്യക്തിപരമായും സമൂഹത്തിൽ അപകീർത്തിപ്പെടുന്ന തരത്തിലുള്ള വ്യാജമായ വാർത്ത രാവിലെ മുതൽ സംപ്രേഷണം ചെയ്യുകയാണ്. ശ്രീകണ്ഠൻ നായരും അതുപോലെ തന്നെ അശ്വിൻ പാലാഴിയും ദിലീപ് കുമാറും ഈ 3 പേരും ചേർന്നുകൊണ്ടാണ് ഈ വാർത്ത സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ആ വാർത്തയിൽ പറയുന്നത് തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ടി എൻ പ്രതാപൻ, ജോസ് വള്ളൂർ, MP വിൻസെന്റ്, അനിൽ അക്കര എന്നീ 4 പേർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ കോൺഗ്രസിന്റെ ദയനീയ തോൽവിക്ക് പിന്നിൽ ടി എൻ പ്രതാപനും അനിൽ അക്കരയും അടങ്ങുന്ന സംഘമാണെന്ന് KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയെന്നും അന്നത്തെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF കൺവീനർ MP വിൻസെന്റ്, ടി എൻ പ്രതാപൻ, അനിൽ അക്കര എന്നിവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു എന്നുമായിരുന്നു വാർത്ത. എന്നാൽ ഇത്തരം ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്നും അന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന KC ജോസഫുമായി താൻ നേരിട്ട് സംസാരിച്ചെന്നും അനിൽ അക്കര വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടു. ഇന്ന് രാവിലെ ഈ വാർത്ത കണ്ട ഉടനെ തന്നെ ഈ അന്വേഷണ കമ്മീഷൻ അംഗമായ KC ജോസഫ് എന്നെ നേരിട്ട് വിളിക്കുകയും ഈ വാർത്ത പൂർണ്ണമായി വ്യാജമാണെന്നും ഈ വാർത്ത 24 ചാനൽ ഉണ്ടാക്കിയ വ്യാജ വാർത്തയാണെന്നും വ്യാജരേഖ ചമച്ച് ക്രിമിനൽ ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ വാർത്തയാണെന്നും അന്വേഷണ കമ്മീഷൻ്റെ ഏറ്റവും തലമുതിർന്ന അംഗം കൂടിയായ KC ജോസഫ് എന്നെ ഫോണിൽ വിളിച്ച് പറയുകയും എനിക്ക് വാട്സപ്പിൽ ഇത് ഫേക്കാണ് എന്ന് പറഞ്ഞുള്ള മെസ്സേജ് തന്നിരിക്കുകയാണ്. ഇതിനകത്ത് ഇത് പൂർണ്ണമായും വ്യാജമാണ്. ശ്രീകണ്ഠൻ നായരും അശ്വിൻ പാലാഴിയും ദിലീപ് കുമാറും ചേർന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെയും എന്നെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയ വാർത്തയാണ്. അതുമാത്രമല്ല, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി വാർത്ത കൊടുക്കുന്നത് വളരെ മോശകരമായ കാര്യമാണ്. മാത്രമല്ല, ഞാൻ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഞാനാണ് ഉത്തരവാദി എന്ന രീതിയിലാണ് വാർത്തയിൽ പറയുന്നത്. സ്വകാര്യ വാർത്താ ചാനൽ തനിക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും എതിരെ വ്യാജ വാർത്ത ചമയ്ക്കുകയാണെന്നും അനിൽ അക്കര ആരോപിച്ചു. മീഡിയ ടൈം, തൃശൂർ. CSR ഫണ്ട് തട്ടിപ്പിൽ പണം നഷ്ടമായവർ പറവൂരിലെ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. പ്രൊജക്ട് ഓഫീസറെ തടഞ്ഞുവെച്ചു. മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തതോടെ വിവിധ ജില്ലകളിൽ പരാതികളുമായി നൂറുകണക്കിന് ആളുകളെത്തി. അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞത് പേഷ്യൻസ് മധു ഡോക്ടറാണ്. അത് ചൈതന്യം. അപ്പൊ അവിടെ പേഷ്യൻസ് ഉള്ള കാര്യം ഡോക്ടർ വരാൻ കഴിയില്ലെന്ന് ഇവിടെ വരാൻ പറയാ. മധുവിനെന്താ എപ്പോ വരാൻ പറ്റുമെന്ന് ചോദിക്കാം. അല്ല, ഞാൻ പോയിട്ട് ഞാൻ പിന്നെ
ജനസേവാ സമിതി എന്ന സംഘടനയുടെ പേരിൽ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് വാങ്ങി പകുതി വിലയ്ക്ക് സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ എന്നിവ നൽകാനായി ആയിരക്കണക്കിന് ആളുകളിൽ നിന്നും പണം വാങ്ങിയതായാണ് ആരോപണം. അപേക്ഷകരിൽ നിന്നും പണം വാങ്ങിയ ശേഷം ജനസേവാ സമിതിയുടെ മുഖ്യ സൂത്രധാരകനായ മൂവാറ്റുപുഴ സ്വദേശി അനന്തു കൃഷ്ണൻ 300 കോടിയിലധികം തുകയുമായി മുങ്ങുകയായിരുന്നു. പറവൂരിൽ മാത്രം പണം വാങ്ങിയ 2500-ലധികം ആളുകൾക്ക് വാഹനങ്ങൾ നൽകാനുണ്ട്. പണം നഷ്ടപ്പെട്ടവരുടെ പരാതിയെ തുടർന്ന് പോലീസ് അനന്തു കൃഷ്ണനെ 2 ദിവസം മുൻപ് അറസ്റ്റ് ചെയ്തു. പ്രതിക്കെതിരെ സംസ്ഥാനത്തുടനീളം പരാതിയുണ്ട്. പല ജില്ലകളിലായി കോടിക്കണക്കിന് രൂപയാണ് ഇയാൾ വാങ്ങിയിരിക്കുന്നത്. പറവൂരിലെ ജനസേവാ സമിതി ഓഫീസിലെ പ്രൊജക്ട് ഓഫീസർ CG മേരിയെ പണം നഷ്ടമായവർ ഓഫീസിൽ തടഞ്ഞുവെച്ചു. പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മീഡിയ ടൈം, പറവൂർ. പുത്തഞ്ചിറ പഞ്ചായത്തിൽ തോട്ടിലെ ചെളിമണ്ണ് സ്വകാര്യ വ്യക്തി കോരി മാറ്റിയതായി പരാതി. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള 8, 9 വാർഡുകളിൽപ്പെടുന്ന മേക്കാളി പേൻതുരുത്ത് തോട്ടിലെ ചളിയാണ് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ JCB ഉപയോഗിച്ച് കോരി മാറ്റിയതെന്നാണ് ആരോപണം. ചെളി തോടിന്റെ വരമ്പിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതോടെ നടവരമ്പും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മാത്രമല്ല, ഇത്തരത്തിൽ ചെളി കോരിയെടുത്താൽ തോട്ടിലെ ആഴം വർദ്ധിക്കുകയും തന്മൂലം തോട്ടിലേക്ക് ഉപ്പുവെള്ളം കയറുകയും ചെയ്യും. ഇത് സമീപത്തെ മേക്കാളിപ്പാടം, കുന്നത്തേരിപ്പാടം, പാലിയൻ പാടശേഖരങ്ങളിലെ കൃഷിയെ ബാധിക്കും. സമീപ പ്രദേശങ്ങളിലുള്ള കിണറുകളിലും ഉപ്പുവെള്ള ഭീഷണി ഉണ്ടാകും എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് പ്രൈവറ്റ് പാർട്ടികളാണ് ഇപ്പോൾ ഈ ചെടി ഇട്ടുകൊണ്ടാണ് മാറ്റിയേക്കുന്നത്. അതും പഞ്ചായത്തിൻ്റെ തോടാണ്. ഇത് അനധികൃതമായിട്ട് ചെയ്തേക്കുന്നത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ ഇതിൻ്റെ അപ്പുറത്ത് വരാനുള്ളതാണ്. തന്നെയല്ല ഈ തോട്ടുംപരമ്പിൽ രണ്ടാമല്ല. ഈ തോട്ടുംപരമ്പ് ഒരു വരമ്പാണ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതാണ്. പലരുടെ കയ്യിലായിട്ട് നിൽക്കുന്നത്. വന്നവൻ്റെ മിടുക്കനുസരിച്ചിട്ട് നിർത്താം. കുടിവെള്ള പ്രശ്നം കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ വെള്ളം വറ്റി കഴിയുമ്പോൾ ഈ വടക്കോച്ചുള്ള ഈ തോടിൻ്റെ ഉള്ളിലുള്ള വെള്ളം വറ്റി കഴിയുമ്പോൾ അപ്പുറത്തുനിന്ന് ഉപ്പ് കയറും. അവിടെ വെള്ളം നിറഞ്ഞേക്കുമ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് തുറന്നു കയറും. ഇവിടെയുള്ള ആളുകളൊക്കെ ചുറ്റും. അപ്പുറത്തൊരു സ്കൂളുണ്ട്, ഇവിടെ ഒരു അംഗനവാടി ഉണ്ട്. ഇത് ഇവിടെ തന്നെ അങ്ങേ റോട്ടില്ല. ഇതൊക്കെ കുട്ടികൾക്കും ബാക്കിയുള്ളവർക്കും അപ്പുറത്തെ ലക്ഷം വീടുകൾ. അങ്ങനെ പല ഇതുള്ള തോടാണ് ഈ തോട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അനധികൃതമായി തോട്ടിൽ നിന്നും ചെളി കോരി മാറ്റിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. കൊടുങ്ങല്ലൂരിലെ ക്ലോക്കുകൾ ഇനി കൃത്യതയോടെ ചലിക്കും. 3 വർഷമായി ചലനമറ്റ കൊടുങ്ങല്ലൂരിലെ 11 ക്ലോക്കുകൾക്ക് ജീവൻ വയ്ക്കും. നിരവധി വിനോദസഞ്ചാരികളും ഭക്തജനങ്ങളും വന്നു പോകുന്ന കൊടുങ്ങല്ലൂരിൽ പൊതുമരാമത്ത് റോഡിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കേരള സർക്കാർ എന്ന് രേഖപ്പെടുത്തിയ ക്ലോക്കുകളുടെ കേടുപാടുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് നൽകിയ പരാതിയിലാണ് അടിയന്തര നടപടി. വടക്കേ നടയിൽ കോടതിക്ക് മുന്നിൽ പൊതുമരാമത്ത് റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന 3 ക്ലോക്കുകളും തെക്കേ നടയിലെ റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന 4 ക്ലോക്കുകളും അനാപ്പുഴ ജംഗ്ഷനിലെ പണ്ഡിറ്റ് കറുപ്പൻ സ്ക്വയറിലെ 4 ക്ലോക്കുകളടക്കം 11 ക്ലോക്കുകൾ റണ്ണിംഗ് കോൺട്രാക്ട് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി കേടുപാടുകൾ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് തൃശൂർ പൊതുമരാമത്ത് മെയിൻ്റനൻസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാൻഡി ജോസഫിനെ അറിയിച്ചു. നല്ല ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനും വളർന്നുവരുന്ന കുട്ടികളെ നല്ല മനുഷ്യരായി വളർത്തുന്നതിനും വർത്തമാനകാലത്തെ സമൂഹം ഏറെ ശ്രമിക്കേണ്ടതുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ പൂർണ്ണമായും കൃഷ്ണശിലയിൽ നിർമ്മിച്ച ശ്രീകോവിൽ സമർപ്പണത്തോടും നവീകരണ കലശത്തോടും അനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനി നമുക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക. പുഴയിറമ്പിലെ പുല്ലുകൾ, പൂവുകൾ, പുഴയിൽ 1000 നക്ഷത്ര മീനുകൾ, പൊതുലയം ചേർത്തു പാടുന്ന പക്ഷികൾ, നിബിഡ കാനനം, നീളപ്പൂമ്പാറ്റകൾ. ഉടയ ദൈവത്തിന് എണ്ണയും കൊണ്ടിതാ പുഴു ഒരാൾ സ്നേഹ യാത്ര തിരിക്കുന്നു. ഉടയ ദൈവത്തിന് എണ്ണയും കൊണ്ടിതാ പുഴു ഒരാൾ സ്നേഹ യാത്ര തിരിക്കുന്നു. ഇനി നമുക്ക് എന്തു വേണം ഈ ഭൂമിയിൽ? നിറയെ ജീവന്റെ ബന്ധുക്കളല്ലയോ എന്ന് ആലങ്കോട് എഴുതിയതുപോലെ ജീവന്റെ ബന്ധുക്കളാൽ നിറഞ്ഞ പ്രകൃതിയെയും അതിൻ്റെ ചരാചരങ്ങളെയും എല്ലാം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പുതുതലമുറ നമ്മുടെ ലക്ഷ്യബോധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്ര വെളിച്ചമാകണം. ശ്രീകോവിൽ സമർപ്പണത്തിൻ്റെയും നവീകരണ കലശത്തിൻ്റെയും ഈ ദിനങ്ങൾ ആനന്ദത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെയും ദിനങ്ങളായി പരിവർത്തിക്കട്ടെ എന്ന ആശയോടെ എല്ലാവർക്കും സംസ്ഥാന സർക്കാരിൻ്റെ സ്നേഹാഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ചടങ്ങിൽ രാഷ്ട്രപതി വിശിഷ്ട സേവാ മെഡലിന് അർഹനായ CBI തിരുവനന്തപുരം ഓഫീസിലെ IB ശ്രീനിവാസനെ മന്ത്രി ആദരിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PV രഘുനാഥ് അധ്യക്ഷത വഹിച്ചു.
യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, വാർഡ് മെമ്പർ രാധിക സുരേഷ്, KO ശിവരാജൻ, ശിവശങ്കരൻ കടവിൽ, A ഉണ്ണികൃഷ്ണൻ, KN നാരായണൻ, K രാമൻ, KN ജയപ്രകാശ്, KP ഗിരീഷ്, നന്ദകുമാർ കരുമാലി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്. മാളവള്ളിപ്പുറം സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ദർശന തിരുനാളും ഊട്ടുനേർച്ചയും ഫെബ്രുവരി 9 ഞായറാഴ്ച ആഘോഷിക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി 4 കൊടിയേറും. വൈകിട്ട് 5:15 കൊല്ലം രൂപത ബിഷപ്പ് ഡോക്ടർ സ്റ്റാൻലി റോമന് സ്വീകരണം നൽകും. തുടർന്ന് ബിഷപ്പ് കൊടിയേറ്റം നിർവഹിക്കും. 5 ഇടവക ദിനം ആഘോഷിക്കും. 8 വെസ്പര ദിനത്തിൽ ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലി, പ്രദക്ഷിണം എന്നിവ നടക്കും. തിരുനാൾ ദിനമായ 9 ആഘോഷമായി തിരുനാൾ ദിവ്യബലിക്ക് കോഴിക്കോട് രൂപത മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ കാർമ്മികത്വം വഹിക്കും. പൂമൂടൽ പ്രദക്ഷിണം, രൂപം എടുത്തുവെക്കൽ ചടങ്ങുകൾ നടക്കും. പത്രസമ്മേളനത്തിൽ ബിനു മുക്കത്ത്, KV നോബൽ, ജോസ് ചക്കാലയ്ക്കൽ, CJ തോമസ്, CJ ഡെന്നി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ഈ വർഷം പാതുവായിൽ വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ഈ ദേവാലയം ഒരുങ്ങുകയാണ്. വലിയ ആത്മീയ ഒരുക്കങ്ങളോടുകൂടിയാണ് ഈ വർഷത്തെ തിരുനാളും നമ്മൾ കൊണ്ടാടുന്നത്. ജനുവരി 22, 23, 24 തീയതികളിൽ തിരുനാളിനൊരുക്കമായിട്ടുള്ള കുടുംബ നവീകരണ ധ്യാനം കഴിഞ്ഞു. അതിന് തൊട്ട് പിറ്റേ ദിവസം 25-ാം തീയതി തിരുനാളിനൊരുക്കമായി 13 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധനയുടെ ദിവസമായിരുന്നു. പിന്നീട് ജനുവരി 26-ാം തീയതി മുതൽ ഇന്ന് വരെ ഫെബ്രുവരി മാസം 3-ാം തീയതി വരെ തിരുനാളിനൊരുക്കമായ നവനാൾ ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നാളെയാണ് തിരുനാളിൻ്റെ പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള കൊടികയറ്റം നടക്കുന്നത്. ഈ വർഷത്തെ തിരുനാളിന് 65ഓളം പ്രസിദ്ധന്തിമാരാണ് നമുക്കുള്ളത്. 3 അഭ്യുന്ന പിതാക്കന്മാർ ഈ വർഷത്തെ തിരുനാളിൽ പങ്കെടുത്ത് തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നുണ്ട്. തൃശൂർ കാഞ്ഞാണിയിൽ ആംബുലൻസ് തടഞ്ഞുള്ള ബസ്സുകളുടെ മത്സരയോട്ടം. ബസ്സുകൾക്കെതിരെ കർശന നടപടി. കഴിഞ്ഞ ദിവസമാണ് സംഭവം. അത്യാസന്ന നിലയിലായ രോഗിയുമായി ആംബുലൻസിലെ കാഞ്ഞാണി സിംല തിയേറ്റർ മുൻപിൽ വഴിമുടക്കിയ 3 സ്വകാര്യ ബസ്സുകൾക്കെതിരെയാണ് അന്തിക്കാട് പോലീസ് കേസെടുത്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSയുടെ നിർദ്ദേശപ്രകാരം അന്തിക്കാട് SHO അജിത്താണ് സെന്റ് മേരീസ്, ശ്രീമുരുക, അനന്തകൃഷ്ണ എന്നീ ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തത്. ഈ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്നതിനും ബസ് ജീവനക്കാരുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനുമുള്ള ശുപാർശ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് നൽകി. മച്ചത്തൂർ പഞ്ചായത്തിൽ കൃഷി സമൃദ്ധി പദ്ധതിയോടനുബന്ധിച്ച് ഫലവൃക്ഷ ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം നടന്നു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ 11 ഗ്രാമപഞ്ചായത്തുകളെയാണ് കൃഷി സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭക്ഷ്യസ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും കർഷകരുടെ കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതുമാണ് കൃഷി സമൃദ്ധിയുടെ ലക്ഷ്യം. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ VU ദിവ്യ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിജിൽ VS, വാർഡ് മെമ്പർമാരായ ഔസേബ് KR, അഭിലാഷ് NP, ശിവരാമൻ പോതിയിൽ, കൃഷി സമൃദ്ധി ഗുണഭോക്താവ് സെബാസ്റ്റ്യൻ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ രാജിത M, കൃഷി ഉദ്യോഗസ്ഥരായിട്ടുള്ള ജിഷ MK, വിപിൻ EV എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള 500 കോടി രൂപയുടെ പദ്ധതികൾ അട്ടിമറിച്ച LDF സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെ പട്ടികജാതി മോർച്ച മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാളയിലെ MLA ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. BJP ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1730 കോടി രൂപയാണ് പട്ടികജാതി വിഭാഗത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ കഴിഞ്ഞ ബജറ്റിൽ നീക്കി വെച്ചിരുന്നത്. അതിൽ നിന്നും 500 കോടി രൂപയാണ് കേരള ഗവൺമെൻറ് അതിൽ നിന്നും വെട്ടിക്കുറച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി ബാലഗോപാൽ ഒരു പ്ലാൻ B എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്താണ് പ്ലാൻ B? നമുക്കറിയാലോ, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും കിംഫി വഴിയുമൊക്കെ കോടിക്കണക്കിന് രൂപ കടമെടുത്തുകൊണ്ട് നിത്യവൃത്തി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ് വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ബാലഗോപാൽ ധനമന്ത്രിയായി
അദ്ദേഹം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും കിംഫിയും ഒക്കെ നിർത്തിവെച്ചു. പകരം എൻ്റെ കയ്യിൽ ഒരു പ്ലാൻ ബി ഉണ്ട് എന്ന് പറഞ്ഞു. ഷാജു മറ്റത്തിൽ അധ്യക്ഷത വഹിച്ചു. BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, CS അനുമോദ്, വൈസ് പ്രസിഡന്റ് KG മോഹനൻ, KV രാജു, രാജൻ, VD അംബുജാക്ഷൻ എന്നിവർ സംസാരിച്ചു. വെണ്ണൂർ അക്ഷര ഗ്രാമീണ വായനശാല സർഗലയ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. സാംസ്കാരിക വേദി പ്രസിഡന്റ് ആന്റണി പ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. ദേവസി കുന്നത്ത്, CG ജിതിൻ, ഷലിൻ കല്ലൂർ, ഷീബ ഗിരീശൻ, കലാഭവൻ ഡെൻസൺ, KR ദേവദാസ് എന്നിവർ സംസാരിച്ചു. ഈ സാംസ്കാരിക വേദിയുടെ പ്രധാന ഉദ്ദേശം നാട്ടിലെ സർഗകലാ സ്നേഹികളെ, കലയുമായി ബന്ധപ്പെട്ടവരെ ആദരിക്കുക, അവരെ കണ്ടെത്തുക, അവരെ വളർത്തുക. അതിപ്പോൾ ഗാനമാവാം, കവിതയാവാം, കഥയാവാം, അങ്ങനെ വിവിധ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാംസ്കാരിക വേദി സർഗലയെ രൂപീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ഉദ്ദേശപ്രകാരം എല്ലാ മാസവും ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഇങ്ങനെ നടത്തുക എന്നുള്ളതാണ് ഇതൊരു ഉദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പ്രഥമ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, 2024 വർഷം അവസാനിച്ചതും 2025 വർഷം ആരംഭിച്ചതും മലയാള സാഹിത്യ ലോകത്തിന് നികത്താനാവാത്ത 2 നഷ്ടങ്ങളിലൂടെയാണ്. അഖിലേന്ത്യാ ശാസ്ത്ര സമ്മേളനത്തിന്റെ ഭാഗമായി BSS തൃശൂർ ചാപ്റ്റർ ചാലക്കുടി നഗരസഭയുടെ സഹകരണത്തോടെ ടെലിസ്കോപ്പിലൂടെ വാനനിരീക്ഷണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഇൻചാർജ് ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. MLA സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ദീപു ദിനേശ്, ആനി പോൾ, മുൻ നഗരസഭാ അധ്യക്ഷൻ VO പൈലപ്പൻ, കൗൺസിലർമാരായ ഷിബു വാലപ്പൻ, വത്സൻ ചമ്പക്കര, ജിതി രാജൻ, ബിജി സദാനന്ദൻ, ബിന്ദു ശശികുമാർ, SH കോളേജ് ഭൗതിക ശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ നിജോ വർഗീസ്, BSS തൃശൂർ ചാപ്റ്റർ പ്രസിഡന്റ് TK ശ്രീനിവാസൻ, സെക്രട്ടറി R സുനിത, കേരള ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ PS ബാബു എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി പോർട്ട് ആശ്രമം ജംഗ്ഷനിൽ എത്രയും പെട്ടെന്ന് അടിപ്പാത നിർമ്മിക്കണമെന്ന ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഇടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TI ഹരിഹരൻ അധ്യക്ഷനായി. പുതിയ ഭാരവാഹികളായി PR ഷാജൻ, അനിത റോയ്, ഷീന ജയചന്ദ്രൻ എന്നിവരെ തിരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തനിക്കും TN പ്രതാപനും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ സ്വകാര്യ ന്യൂസ് ചാനൽ വ്യാജ വാർത്ത ചമച്ചു എന്ന് ആരോപിച്ച് മുൻ MLA അനിൽ അക്കര പോലീസിൽ പരാതി നൽകി. വാർത്ത തെറ്റാണെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും അനിൽ അക്കര പറഞ്ഞു. CSR ഫണ്ട് തട്ടിപ്പിൽ പണം നഷ്ടമായവർ പറവൂരിലെ ഓഫീസിലെത്തി പ്രൊജക്ട് ഓഫീസറെ തടഞ്ഞുവച്ചു. മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തതോടെ വിവിധ ജില്ലകളിൽ 100 കണക്കിന് പരാതികളെത്തി. പുത്തൻചിറ പഞ്ചായത്തിൽ തോട്ടിലെ ചെളിമണ്ണ് സ്വകാര്യ വ്യക്തി കോരി മാറ്റിയതായി പരാതി. മേക്കാളി പേൻതുരുത്ത് തോട്ടിലെ ചെളിയാണ് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ മാറ്റിയതെന്ന് ആരോപണം. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.